ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് പ്രഖ്യാപിച്ച് വിവിധ ക്രൈസ്തവ സഭകൾ LDFന് പരോക്ഷ പിന്തുണയുമായി യാക്കോബായ സഭയും സമദൂര നിലപാടുമായി ഓർത്തഡോക്സ് സഭയും രംഗത്തെത്തി. അതേസമയം വിഴിഞ്ഞം സമരത്തിന് ശേഷം സഭയുടെ അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചുവെന്ന ആരോപണം ലത്തീൻ സഭ ഉന്നയിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കണമെന്ന് യാക്കോബായ സഭ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി ജോസഫ് ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്ത പുറത്തിറക്കിയ സർക്കുലർ പരോക്ഷമായി വ്യക്തമാക്കുന്നു. യാക്കോബായ സഭയുടെ അസ്തിത്വം സംരക്ഷിക്കുമെന്ന് പുത്തൻകുരിശിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം സൂചിപ്പിച്ചാണ് സർക്കുലർ. സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ലഭിച്ച ഉറപ്പും പ്രതീക്ഷയും സർക്കുലറിൽ പങ്കുവയ്ക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി. മണിപ്പൂർ CAA പോലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ കടന്നാക്രമണങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമെന്നും സഭാ നേതൃത്വം പ്രതികരിച്ചു. മണിപ്പൂർ വിഷയം തുടർന്നുണ്ടായ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങളുമൊക്കെ സ്വാഭാവികമായും എല്ലാ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുടെയും മനസ്സിലൊരു ആശങ്ക ഉളവാക്കുന്ന സംഗതിയാണ്. ആ ആശങ്കകൾ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചില്ല എങ്കിൽ അതൊക്കെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുകൂടാ എന്നില്ല. അതേസമയം വിഴിഞ്ഞം സമരത്തിനു ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചെന്ന ആരോപണം ലത്തീൻ സഭ ഉന്നയിച്ചു. പള്ളികളിൽ ഇന്നലെ വായിച്ച സർക്കുലറിലാണ് അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം സഭ അറിയിച്ചത്. സംസ്ഥാന പോലീസിന്റെ റിപ്പോർട്ടും മരവിപ്പിക്കലിന് കാരണമായിട്ടുണ്ടാകാമെന്ന് ലത്തീൻ സഭ ആരോപിക്കുന്നു. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് LDFനെയും BJPയെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ലത്തീൻ സഭയുടെ ആരോപണം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.